സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. പാർവതി സത്യദേവൻ ചേരുന്നു. പാർവതി, എന്താണ് സാഹചര്യം? സംസ്ഥാനത്ത് കൂടുതലിടങ്ങളിലേക്ക് അതിശക്തമായ മഴയാണോ അനുഭവപ്പെടാൻ പോകുന്നത്? അതാണ് സജിത്, കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഏറ്റവും പുതിയ അലേർട്ട് പ്രകാരം ഇന്ന് നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. വടക്കൻ ജില്ലകളിലാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് നാളെ തീവ്രമഴ മുന്നറിയിപ്പ് ഉള്ളത്. ഒപ്പം യെല്ലോ അലേർട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലുമുണ്ട്. അതായത് നാളെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. നമുക്ക് കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ഇന്ന് പെയ്യുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധയിടങ്ങളിൽ മലയോര മേഖലയിലടക്കം ശക്തമായ മഴയും നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. റവന്യൂ വിഭാഗം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ വിവിധയിടങ്ങളിൽ തുറന്നിട്ടുണ്ട്. 1070, 1077 എന്നീ നമ്പറുകളിൽ ജനങ്ങൾക്ക് സഹായത്തിനായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റന്നാളും റെഡ് അലേർട്ട് മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. മറ്റന്നാളും വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ തന്നെയാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഈ മാസം 8-ാം തീയതി വരെ, ജൂൺ 8 വരെ ശക്തമായ മഴ തന്നെയാകും സംസ്ഥാനത്തുണ്ടാകുക. ഒപ്പം കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും ഈ 8-ാം തീയതി വരെ വിലക്ക് തുടരും. സജിത്ത്, കോട്ടയത്ത് കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. അമ്മഞ്ചേരി നാൽപ്പാത്തി മലയിലായിരുന്നു സംഭവം. പ്രദേശവാസിയായ ബിനോയ് മാത്യുവിന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയായിരുന്നു സംഭവം. ബിനോയ്ക്കും ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരം. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. തൃപ്പൂണിത്തുറ ഇടമ്പാടത്ത് 22ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. ഹൈക്കോടതി ഇടപെടലിലൂടെ സ്ഥാപിച്ച മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ പോലും ചില സ്വകാര്യ വ്യക്തികൾ അടച്ചുകളഞ്ഞതായിട്ടാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. തൃപ്പൂണിത്തുറ എടമ്പാടം എന്ന് പറയുന്ന പ്രദേശമാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയോട് ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിലുള്ളവർ അനുഭവപ്പെടുന്ന രൂക്ഷമായ വെള്ളക്കെട്ടാണ്. പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ അതിനുള്ളൊരു പരിഹാര മാർഗങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇത് ഇവിടുന്ന് പിറകു ഭാഗത്തേക്ക് പോകുന്ന വലിയൊരു പ്രദേശം, ഏതാണ്ട് 22ഓളം വീടുകൾ ആ മേഖലയിലുണ്ട്. ഇവിടെ അവർക്ക് വിഘാതമായത് സ്വകാര്യ വ്യക്തികൾ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്ന ഒരിടങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടു. അതുകൊണ്ട് പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് വലിയ കുഴലുകൾ സ്ഥാപിച്ച വെള്ളം പുറത്തേക്ക് കളയാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. രൂക്ഷമായ വെള്ളക്കെട്ട് ഈ വർഷകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. തീർത്തും ദുസ്സഹമായ രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നു. നമുക്കൊപ്പം ഈ പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇക്കാര്യം. ഈ വെള്ളക്കെട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് 5 കൊല്ലം മുമ്പ് കേസ് ഫയൽ ചെയ്തു. മുനിസിപ്പാലിറ്റി കംപ്ലൈന്റ് കൊടുത്ത് ഇതുവരെ ഒരു പരിഹാരം കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി ഇടപെട്ട് ലാസ്റ്റ് കേസ് വിസ്താരം കഴിഞ്ഞ് വിധി കിട്ടി. എം.എസ്. കസ്തൂരിയും ഈ ഇപ്പോഴത്തെ ചെയർമാനും അന്നത്തെ കൗൺസിലറായിരുന്നു. ആ പൈപ്പ് സ്ഥാപിക്കുകയും വെള്ളക്കെട്ട് ഞങ്ങൾ കംപ്ലീറ്റ് പോവുകയും ചെയ്തു. അതിനുശേഷം ഈ കൊല്ലം ആണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ടിലേക്ക് വന്നത്. അത് പൈപ്പിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് കയറ്റി വെച്ചിരിക്കുകയാണ് ആ ഒരു സ്ഥലവാസി. അതുകൊണ്ടാണ് വെള്ളക്കെട്ട് അടച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് വെള്ളം ഇവിടുന്ന് ഒട്ടും പുറത്തേക്ക് പോകുന്നില്ല. കലുങ്ക് വഴി പുറത്തേക്ക് പോകണതാണ് പൈപ്പ്. അത് വെമ്പനാട് കയലിട്ട് കണക്ഷനുള്ള തോടാത്. അത് മാറ്റാൻ പറഞ്ഞിട്ടൊന്നും അത് മുനിസിപ്പാലിറ്റി ഒന്നും 1.5 മാസം മുമ്പ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. ഞങ്ങൾ പരാതി കൊടുത്തിട്ടും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരും ഒന്നും ചെയ്യുന്നില്ല. വന്നിച്ചും പോകും, ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയർമാനോട് വന്നു, എല്ലാം ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. ഈ ചെയർമാനെ എല്ലാം അറിയാം. ചെയർമാനെ ബാബു സാറ് നിന്നിട്ടാണ് ആ പൈപ്പിട്ടത്. എം.എസ്. കസ്തൂരി, രാജേഷ് ഹൈക്കോടതി അവിടെ നിന്നിട്ടാണ് ആ പൈപ്പിട്ടത്.
എന്നിട്ട് ഇന്നും ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളക്കെട്ടിലായി കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് മിക്കസ് ക്യൂറിയുടെ അടക്കമുള്ള ഇടപെടലുകൾ ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ പ്രദേശത്ത് രൂക്ഷമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് അത് തുറന്നുവിടാൻ കഴിയുന്ന രീതിയിലേക്കുള്ളൊരു പ്രവർത്തനങ്ങളോ നിർദ്ദേശങ്ങളോ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. വീട്ടിലെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? വീട്ടിലിപ്പോൾ മുട്ടിൻ്റെ അത്രയും വെള്ളമാണ്. നമുക്ക് നിന്ന് ഭക്ഷണം ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്രയും വെള്ളം വീടിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് തന്നെ ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്യണം, ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തേക്കണമെന്നാണ്. ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളക്കെട്ട് വരില്ലായിരുന്നു. അത് സർക്കാർ ഗവൺമെന്റ് ഇട്ടേക്കണ പൈപ്പാണ്. അത് ഗവൺമെന്റ് തന്നെ അതിന് പ്രതിവിധി കാണണം. അത് മുനിസിപ്പാലിറ്റി ശക്തിയായിട്ട് അത് പോലീസിനെ വെച്ച് തുറക്കണം, അവനെ അറസ്റ്റ് ചെയ്യണം. ആ പൈപ്പ് അടച്ചവന്റെ പേരിൽ നടപടി എടുക്കണം. ഞങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടം ആര് തന്നെ? ഞങ്ങളുടെ വീടൊക്കെ തകർന്നിരിക്കുകയാണ്. അപ്പം അതിന്റെ നഷ്ടം മുനിസിപ്പാലിറ്റി തന്നെ. കൊല്ലങ്ങളായി ഞങ്ങൾ ഇത് ഫൈറ്റ് ചെയ്യാണ്. മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഈ സ്വകാര്യ വ്യക്തി അടച്ചിരിക്കുന്ന ആ പൈപ്പ് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അടക്കം നീണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിനകം തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ ദുരിതം നമുക്ക് പറയാവുന്നതിനേക്കാളും അപ്പുറമാണ്, അതിന് മുകളിലേക്ക് മാറിയിരിക്കുന്നു. കാലവർഷം കരക്കുമെന്ന എല്ലാ സൂചനകളുമുണ്ട്. നാട്ടുകാരുടെ ദുരിതവും അതിനനുസരിച്ച് വരും. അതിനു മുൻപ് തന്നെ സത്വരമായ ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കോഴിക്കോട് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. മഴയിൽ SM സ്ട്രീറ്റിൽ കടകളുടെ മേൽക്കൂര പറന്നു. കോഴിക്കോട് ജില്ലയിലും കാലവർഷം കനത്തിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. മലയോര മേഖലകളിൽ പട്ടണ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന രീതിയിലേക്കും മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ കനത്ത കാറ്റാണ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ അടിച്ചത്. നമ്മളിപ്പോൾ മിഠായി തെരുവ് ഭാഗത്താണ് നിൽക്കുന്നത്. മിഠായി തെരുവിന്റെ തുടക്ക ഭാഗത്ത് തന്നെ കനത്ത കാറ്റിൽ മേൽക്കൂരകൾ, ചില കടകളുടെ മേൽക്കൂരകൾ പറന്ന് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിൽ നിന്നുള്ള മേൽക്കൂരയാണ് സമീപത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് വീണിരിക്കുന്നത്. അവിടെ ഒരു തൂണിൽ തട്ടിയാണ് ആ വലിയ ഷീറ്റ് പിടിച്ചു നിന്ന്. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിരുന്നു. ആ സമയത്ത് മിഠായി തെരുവിൽ ഒരുപാട് ആളുകൾ, സാധന സാമഗ്രികൾ മറ്റും വാങ്ങാനെത്തിയ ആളുകളും കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്തരത്തിലൊരു കച്ചവടക്കാരനിലേക്ക് അത്ഭുതകരമായി ഇപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന രക്ഷപ്പെട്ട ഒരു കച്ചവടക്കാരനിലേക്ക് തന്നെ പോകാം. ചേട്ടൻ എവിടെയായിരുന്നു ഈ സംഭവം നടന്നപ്പോൾ? ഞാൻ അതിന്റെ ചോട്ടിലായിരുന്നു സാർ. ആ ഓടിന്റെ കഷ്ടങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മേലോട്ട് നോക്കുമ്പോൾ ഒരു സാധുര ഭയങ്കര. അപ്പൊ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു. എന്റെ ബാഗൊക്കെ എടുത്താൽ ഞാൻ അവിടെ മാറ്റി വെച്ച് ഞാൻ ഓടി രക്ഷപ്പെട്ട. ഞാൻ മാത്രമല്ല, ഒരു വികലാംഗനായിരിക്കുന്ന ഒരു ലോട്ടറിക്കാരനുണ്ട് എന്റെ അടുത്ത് തന്നെ. അദ്ദേഹം അവിടെ ഉണ്ട്. ഇത്ര മാത്രം. ഭയങ്കര കാറ്റ്, പലതും വീണ് ആ വണ്ടി, ആ ലോഡുള്ള വണ്ടി താഴത്തെ കുരുണ്ട് അവിടെ എത്തി. അതുകൂടാതെ ഇത് അവിടെയായിരുന്നു, അത് മറിഞ്ഞ് ഇവിടെ എത്തി. ഇതൊക്കെ വലിയ കാറ്റായിരുന്നല്ലേ? ഭയങ്കര കാറ്റായിരുന്നു. ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ പോകുന്നു. ആൾക്കാർ കുറെ ആളുകളുടെ കൊടകളും തുണികളും ഒക്കെ നനഞ്ഞ്, ഈ കട്ടോടക്കാരും എല്ലാം നനഞ്ഞ് അവരിതൊക്കെ ഉണ്ട് ഇവിടെ. ടൗൺ മുതൽ കോഴിക്കോട് ഏറ്റവും നല്ല ഭാഗമാണിത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കറക്റ്റ് അവിടെ ഇടിച്ചു നിന്നു. ഇടിച്ചാ പോസ്റ്റിൽ നിന്നിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ അടിയിലാവും. ആ സംഭവമാണ് ഭയങ്കര. എന്തായാലും വളരെ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു. ഒപ്പം ഈ സമീപത്തിനുള്ള ഹാൻഡെക്സിന്റെ കെട്ടിടത്തിന്റെ മുകളിലെ ഷീറ്റുകളും മുഴുവൻ പോയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. എന്തായാലും ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ആളുകൾക്ക് അപകടമുണ്ടാവുന്ന രീതിയിലല്ല ഇത് വീണത് എന്ന് തന്നെ ഏറ്റവും ഭാഗ്യമായി. നമ്മൾ നേരത്തെ കണ്ട കച്ചവടക്കാരനായ ആൾ തന്നെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വലിയ കാറ്റാണ് ഈ മേഖലകളിൽ ആ സമയത്ത് ആഞ്ഞു വീശിയത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴയാണ്. ശക്തമായ കാറ്റോടുകൂടിയാണ് മഴ അനുഭവപ്പെടുന്നത്. മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി, കൊടിയത്തൂർ മേഖലകളിലാണ് മഴ അനുഭവം.